Hello everyone. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSCയിൽ ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്തമാറ്റിക് കം ഡ്രോയിങ് എന്ന തസ്തികയെ പറ്റിയാണ്. ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ 6/2022 ആണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം. സ്കെയിൽ ഓഫ് പേ 37,400 രൂപ മുതൽ 79,000 രൂപ വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3 എണ്ണമാണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 30/3/2022 ആണ്. 2022 മാർച്ച് 30-ാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 19 വയസ്സ് മുതൽ 44 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷനായി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് SLCയും താഴെ പറയുന്നതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനാണ്. അതായത് SLC കൂടാതെ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് വിത്ത് 3 years എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് വിത്ത് 1 year എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്. ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ളവർക്കും b.tech ഉള്ളവർക്ക് ഹയർ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടും ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ തസ്തികയുടെ ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടൈം നോട്ടിഫിക്കേഷനിൽ കാറ്റഗറി നമ്പർ 528/2012 ആയിരുന്നു. നോട്ടിഫിക്കേഷൻ വന്നത് 15/11/2012 എക്സാം നടന്നത് 28/3/2014 കട്ട് ഓഫ് മാർക്ക് 67.33 മാർക്കാണ്. മാക്സിമം സ്കോർ ചെയ്ത മാർക്ക് 88 മാർക്കാണ്. ലിസ്റ്റ് നിലവിൽ വന്നത് 17/7/2017 ഈ ലിസ്റ്റിൽ നിന്ന് നിലവിൽ 163 അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി ഈ തസ്തികയുടെ സിലബസിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സിലബസിൽ ആദ്യം വരുന്നത് ഫണ്ടമെന്റൽസ്, അതായത് ഇവിടെ മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ്സ്, ഡിഫറെന്റ് യൂണിറ്റ്സിന്റെ കൺവേർഷൻസ്, അതുപോലെ ഫ്രാക്ഷൻ, ആവറേജ്, സ്ക്വയർ റൂട്ട്, പിന്നെ പൈതഗോറസ് തിയറം, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ്, അതുപോലെ പെർസെൻറ്റേജ്, അതുമായിട്ട് വരുന്ന കാൽക്കുലേഷൻസ്, പ്രോഫിറ്റ് ലോസ് കാൽക്കുലേഷൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻസ്, ആൾജിബ്ര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ ആൾജിബ്രായിക് ഫോർമുലാസ്, ഇതൊക്കെയാണ് ഈ ഫണ്ടമെന്റൽസ് എന്നുള്ള ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷൻ ആണ്. ഇവിടെ ഡിഫറെന്റ് പവർ ട്രാൻസ്മിഷൻ ഡിവൈസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബെൽറ്റ് ഡ്രൈവ്, ഗിയർ ഡ്രൈവ്, അതുപോലെ ഗിയർ ട്രെയിൻസ്, ഇങ്ങനെയുള്ള സിമ്പിൾ പവർ ട്രാൻസ്മിഷൻ ഡിവൈസുകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസും ഇവിടെ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി സിലബസിൽ നെക്സ്റ്റ് വരുന്നത് മെറ്റീരിയൽ സയൻസ് ആണ്. ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെറ്റൽസിന്റെ ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്, കാസ്റ്റ് അയൺ, പിന്നെ അലോയ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അലോയ് സ്റ്റീൽസ്, പിന്നെ ഡിഫറെന്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ, ഇതൊക്കെയാണ് മെറ്റീരിയൽ സയൻസിൽ നമുക്ക് പഠിക്കാറുള്ളത്. പിന്നെ വരുന്നതാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ, അതുപോലെ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, വർക്ക്, പവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സിമ്പിൾ മെഷീൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എഫേർട്ട്, ലോഡ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ്, വെലോസിറ്റി റേഷ്യോ, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫ്രിക്ഷന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ്, ലോസ് ഓഫ് ഫ്രിക്ഷൻ, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റീപോസ്, ഇങ്ങനെ ഫ്രിക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളും സിമ്പിൾ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്നതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെൻട്രോയിഡ് കൺസെപ്റ്റുകൾ, മാസ്, ഡെൻസിറ്റി, വെയിറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന ടോപ്പിക്കിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി സിലബസിൽ നെക്സ്റ്റ് വരുന്നത് മെൻസറേഷനിൽ വരുന്നത് നമുക്ക് ഏരിയ കാൽക്കുലേഷനും വോളിയ കാൽക്കുലേഷനും ഒക്കെയാണ്. അതായത് ഡിഫറെന്റ് ക്വാഡ്രിലാറ്ററലിന്റെ, സർക്കിൾസിന്റെ, ഡിഫറെന്റ് ജോമെട്രിക്കൽ സെക്ഷൻസിന്റെ ഒക്കെ ഏരിയ കാൽക്കുലേഷൻസ്, ട്രയാങ്കിളിന്റെ ഒക്കെ സൈഡുകൾ തമ്മിലുള്ള റിലേഷൻസ്, അതിന്റെ ഏരിയ കാൽക്കുലേഷൻസ്, ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് തമ്മിലുള്ള പ്രോപ്പർട്ടീസ്, പിന്നെ ഡിഫറെന്റ് റിജിഡ് ബോഡീസിന്റെ പെരിമീറ്റർ കാൽക്കുലേഷൻസ്, ഏരിയ കാൽക്കുലേഷൻസ്, അതുപോലെ വോളിയം കാൽക്കുലേഷൻസ്, പിന്നെ ഒരു സർക്കിളിന്റെ സെക്ടറിന്റെ ഒക്കെ ഏരിയ കാൽക്കുലേഷൻസ്,
ഇറഗുലർ സർഫസിന്റെ ഏരിയ കാൽക്കുലേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെൻസുറേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ട്രിഗണോമെട്രി ആണ്. ട്രിഗണോമെട്രിയിൽ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മെഷർമെന്റ് ഓഫ് ആംഗിൾ, ഡിഫറെന്റ് ട്രിഗണോമെട്രിക് റേഷ്യോസ്, ട്രിഗണോമെട്രിക് ടേബിൾസ്, അതുപോലെ ട്രിഗണോമെട്രിക്കിന്റെ അപ്ലിക്കേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ പഠിക്കാനുണ്ട്. അതുപോലെ ഹൈറ്റും ഡിസ്റ്റൻസും ഒക്കെ ട്രിഗണോമെട്രിക് ഫോർമുലാസ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രിഗണോമെട്രിയിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സിലബസിൽ നെക്സ്റ്റ് വരുന്നത് ബേസിക് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, യൂസ് ഓഫ് ഇലക്ട്രിസിറ്റീസ്, അതുപോലെ മോളിക്യൂൾസ്, ആറ്റംസ്, എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, AC DC കറണ്ടുകൾ, അതുപോലെ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, അത് തമ്മിലുള്ള റിലേഷൻസ്, അതിന്റെ യൂണിറ്റ്സ്, പിന്നെ കണ്ടക്ടർ എന്താണ്, ഇൻസുലേറ്റർ എന്താണ്, എന്തൊക്കെയാണ് സീരീസ് കണക്ഷൻ, എന്തൊക്കെയാണ് പാരലൽ കണക്ഷൻ, അതുപോലെ ഓംസ് ലോ, പിന്നെ ഇലക്ട്രിക് പവർ, അതിന്റെ യൂണിറ്റ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, EMF ജനറേഷൻ, ഇങ്ങനെ ബേസിക് ആയിട്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, ഇതാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് സിലബസിൽ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ആണ്. ഇവിടെ നമ്മൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ കൺസെപ്റ്റ്, എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ, എന്താണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ ഡിഫറെന്റ് ടെമ്പറേച്ചർ സ്കെയിൽസ്, സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ, അങ്ങനെയുള്ള ഡിഫറെന്റ് ടെമ്പറേച്ചർ സ്കെയിൽസ്, അതുപോലെ പിന്നെ വരുന്നത് ഡിഫറെന്റ് ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, തെർമോമീറ്റർ, പൈറോമീറ്റർ, അതുപോലെയുള്ള ഡിഫറെന്റ് ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ മോഡ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ മോഡ്, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഇങ്ങനെയുള്ള 3 ഹീറ്റ് ട്രാൻസ്ഫർ മോഡ്സും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുണ്ട്. അവിടെ വരുന്നതാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്, ഇൻസുലേറ്റർ എന്താണ്, അതുപോലെ മെറ്റൽസിന്റെ ഒക്കെ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ഡിഫറെന്റ് മെറ്റൽസിന്റെ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് പ്രഷറും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്, പ്രഷർ, അതിന്റെ യൂണിറ്റ്സ്, അങ്ങനെയുള്ള കൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി സിലബസിൽ നെക്സ്റ്റ് വരുന്നതാണ് ഇലാസ്റ്റിസിറ്റി എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത് ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്താണ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്താണ്, സ്ട്രെസ്, സ്ട്രെയിൻ, അങ്ങനെയുള്ള കൺസെപ്റ്റ്, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, ഡിഫറെന്റ് ടൈപ്പ് മെറ്റീരിയൽസിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, ബ്രിട്ടിൽ മെറ്റീരിയൽസിന്റെ, അതുപോലെ ഡക്ടൈൽ മെറ്റീരിയൽസിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, ഡിഫറെന്റ് ഇലാസ്റ്റിക് മോഡല്, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഇലാസ്റ്റിക് മോഡല്, ഇത് തമ്മിലുള്ള റിലേഷൻസ്, പോയിസൺസ് റേഷ്യോ, ഹൂക്സ് ലോ, പിന്നെ വർക്കിംഗ് സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി, അങ്ങനെയുള്ള കൺസെപ്റ്റ്, ഇതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നമ്മൾ ഡ്രോയിങ്ങിൽ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, ലെറ്ററിങ്, ഡയമെൻഷനിങ്, അതുപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൈൻസ്, അതിന്റെ യൂസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കെയിൽസ്, എഞ്ചിനീയറിംഗ് സ്കെയിൽസ്, പിന്നെ കോണിക് സെക്ഷൻസ്, മൈസലേനിയസ് കർവ്സ്, തിയറി ഓഫ് പ്രൊജക്ഷൻസ്, അതായത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്, പ്രൊജക്ഷൻ ഓഫ് ലൈൻസ്, പ്രൊജക്ഷൻ ഓഫ് പ്ലെയിന്, പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇന്റർസെക്ഷൻ ഓഫ് സോളിഡ്സ്, സെക്ഷൻ ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് സോളിഡ്സ്, ഡെവലപ്മെന്റ് ഓഫ് സർഫേസ്, ഇതൊക്കെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ വരുന്നതാണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഒബ്ലിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ, അങ്ങനെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതിൽ നിന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ എക്സ്പെക്ട് ചെയ്യാം. അതുകൂടാതെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഓട്ടോ കാഡും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ കാഡിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്മെറ്റിക് കം ഡ്രോയിങ് എന്നുള്ള തസ്തികയുടെ സിലബസിൽ ഇത്രയും ടോപ്പിക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുക. താങ്ക് യു.